ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ പുനഃസ്ഥാപിക്കുക, കച്ചവട സ്ഥാപനങ്ങൾക്കരികിൽ വാഹനങ്ങൾ നിർത്തിയാൽ കേസെടുത്തും ഫൈൻ ഈടാക്കിയുമുള്ള പോലീസ് നടപടി ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. H. സലാം MLA ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ പുനഃസ്ഥാപിക്കുക, കച്ചവട സ്ഥാപനങ്ങൾക്കരികിൽ വാഹനങ്ങൾ നിർത്തിയാൽ കേസെടുത്തും ഫൈൻ ഈടാക്കിയുമുള്ള പോലീസ് നടപടി ഒഴിവാക്കുക, വാഹന പരിശോധനയുടെ പേരിൽ ഉദ്യോഗസ്ഥർ നടത്തുന്ന തൊഴിലാളി ദ്രോഹ നടപടികളും ലീഗൽ മെട്രോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകളും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. നേരത്തെ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടത്തിയ ധർണ CITU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ വാഹന ഭേദഗതി നിയമം 2019 എന്ന പുതിയ പേരിട്ട് ഇന്ത്യയുടെ പാർലമെന്റ് അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തു. കാര്യമായൊരു ചർച്ച പോലും സംഘടിപ്പിക്കാതെ പാസാക്കപ്പെട്ട നിയമമാണ്. ആ നിയമത്തിന്റെ ഓരോ ഭാഗം വായിച്ചു നോക്കിയാലും കാണാൻ കഴിയുന്ന പ്രത്യേകത, ഏത് ആംഗിളിലേക്ക് നമ്മൾ ആ നിയമത്തെ നോക്കിയാലും അവിടെയെല്ലാം തൊഴിലാളി കുറ്റക്കാരാകുന്നു എന്ന നില കാണാൻ പറ്റും. മോട്ടോർ വാഹനമാകുമ്പോൾ സ്വാഭാവികമായ അപകടങ്ങൾ അതിന്റെ ഭാഗമായി ചില സംഭവിക്കാം. അത് സംഭവിച്ചാൽ ഓരോ മോട്ടോർ വാഹന അപകടത്തിന്റെയും കുറ്റം ആ അപകടത്തിന്റെ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്വാഭാവികമായും നിയമത്തിന് മുമ്പാകെ വരുമ്പോൾ അതെല്ലാം പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെയാണ്. എന്നാൽ പുതിയ നിയമ ഭേദഗതിയുടെ ഭാഗം വായിച്ചു നോക്കിയാൽ മോട്ടോർ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ കുറ്റക്കാരൻ ഡ്രൈവർ മാത്രം എന്ന നിലയിലേക്കുള്ള ഭേദഗതി ഇതിനകത്ത് കാണാൻ പറ്റും. ഏരിയ പ്രസിഡന്റ് MM ഷെരീഫ് ധർണയിൽ അധ്യക്ഷനായി. യൂണിയൻ ഏരിയ സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് S. വിനയചന്ദ്രൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി റെജി ബലി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ BJ ബിജു, C. ഷാജി, KV സുധാകരൻ, ഏരിയ ഭാരവാഹികളായ സമീഷ്, സിദ്ധാർത്ഥ്, PJ ബിജു എന്നിവർ സംസാരിച്ചു. അസംഘടിത മേഖലയിൽ ലക്ഷക്കണക്കിന് മോട്ടോർ തൊഴിലാളികൾക്ക് PF ESI പരിരക്ഷ നൽകുവാൻ കേന്ദ്ര സർക്കാർ നാളിതുവരെ തയ്യാറായിട്ടില്ല. മോട്ടോർ വെഹിക്കിൾ ആക്ട് ഭേദഗതി ചെയ്തതോടെ ഭയരഹിതരായി തൊഴിലാളികൾക്ക് വാഹനം ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണിപ്പോൾ. അനിയന്ത്രിതമായ പെട്രോൾ, ഡീസൽ, സ്പെയർ പാർട്സ് വർധന തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും ഊബർ, ഓല തുടങ്ങിയ ഓൺലൈൻ ടാക്സി സംവിധാനങ്ങൾ തൊഴിൽ മേഖലയെ സാരമായി ബാധിക്കുന്നതായും ധർണയിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി.